നിങ്ങൾ വെട്ടുകാട് പള്ളിയിൽ പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് കണ്ട കാഴ്ചകൾ നിങ്ങൾക്കൊടുത്തും പറഞ്ഞു തരാം കേട്ടോ. ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 11 വർഷത്തോളം എടുത്തിട്ടാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഭാരതത്തിലെ തന്നെ രണ്ടാമത്തെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായിട്ടുള്ള ഒരു പുണ്യഭൂമിയായിട്ടാണ് വെട്ടുകാടിനെ വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ. കടലിന് അഭിമുഖമായിട്ടാണ് ഈ ഒരു ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് എത്ര കണ്ടാലും കൊതി തീരാത്തതാണല്ലോ കടലെന്ന് പറയുന്നത്. ആ കടൽ പോലെയാണ് എനിക്ക് ഈ ഒരു ദേവാലയം തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് എനിക്ക് കണക്കും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും കൂടിയും ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴത്തേക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഏത് ജാതിയിലോ മതത്തിലോ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വരണം. ഈ കടലിൻ്റെ കാറ്റൊക്കെ ഏറ്റ് ഇവിടെ ഈ പള്ളിയുടെ പരിസരത്ത് കുറച്ച് നേരം ഇരിക്കണം. എന്നിട്ട് ഇവിടെ തിരിച്ചു പോകുമ്പോഴുള്ള അനുഭവം നിങ്ങൾ സ്വയം അനുഭവിച്ചതിനെ അറിയുന്ന ഒരു ഇതായിരിക്കും നല്ലത് കേട്ടോ. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഞാൻ നുണ പറയുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമായിട്ട് നിങ്ങൾക്ക് തോന്നിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ നിങ്ങളിവിടെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് ആ ഒരു ഫീൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടെ വന്ന് തന്നെ അനുഭവിച്ചറിയണത്. അതുപോലെ തന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ബൈബിളിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും എല്ലാ സംഭവങ്ങളെയും പ്രതിപാദിക്കുന്ന ഒരു മ്യൂസിയം എന്നാണ് കേട്ടോ ഈ പള്ളിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത്. ആ ദേവാലയത്തിൻ്റെ ഉൾഭാഗം മുഴുവനായിട്ടും തടിയിലാണ്. അത് തേക്കിൻ്റെ തടി കൊണ്ടാണ് അത് മുഴുവനായിട്ടും അലങ്കാര പണികൾ ചെയ്തിരിക്കുന്നത്. പുറത്ത് ഒരു വലിയ കുരിശടിയോട് ചേർന്ന് മെഴുകുതിരികളൊക്കെ കത്തിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് വട്ടം ആലോചിച്ചതായിരുന്നു അവിടെ വരുമ്പോഴത്തേക്കൊന്നും ഒരു മെഴുകുതിരി കത്തിക്കണമെന്ന്. അന്ന് തിരക്ക് കാരണമൊക്കെ ഞാൻ കുറച്ച് മാറിയങ്ങ് പോയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പോയ സമയത്ത് എനിക്ക് കത്തിക്കാനുള്ളൊരു ഭാഗ്യം അവിടെ കിട്ടി കേട്ടോ. അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ മുന്നിലായിട്ട് നമുക്കൊരു പടുകൂറ്റൻ കൊടിമരം കാണാം കേട്ടോ. കടലിന് നേരെ നിൽക്കുന്ന ഒരു കൊടിമരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൊരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് ആ കൊടിമരത്തിൽ. കല്ലിൻ്റെ ആകൃതിയിലാണ്, അതിന് കല്ലാണോ എന്ന് എനിക്കറിയില്ല, കല്ലിൻ്റെ ആകൃതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് കേട്ടോ.